നമ്മളിന്ന് ഫോർത്ത് സെം ബികോമിൽ വരുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻട്രഡക്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷനാണ്. ഇത് മോഡ്യൂൾ 1 വരുന്നത്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 1 2 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷനാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇൻട്രഡക്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ട് മെയിനായിട്ടും തിയറി പോർഷൻസ് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് മെല്ലെ കടക്കാം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത് എന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്തിനാണ് വെക്കുന്നത് എന്നും അതിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്നാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് പീരീഡിലെ ടോട്ടൽ കോസ്റ്റ് കാണണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മതി. ഓക്കെ, പക്ഷേ മാനുഫാക്ചേഴ്സിനൊക്കെ ഒരുപാട് ടൈപ്പ് പ്രൊഡക്റ്റുകൾ അവർ ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ മോർ ദാൻ വൺ ടൈപ്പ് പ്രൊഡക്റ്റ് വരുമ്പോൾ ഏത് പ്രൊഡക്റ്റിനാണ് കൂടുതൽ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നതെന്നും ഏത് പ്രൊഡക്റ്റിനാണ് അവർക്ക് നഷ്ടം വരുന്നതെന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതിനായിട്ടൊരു സെപ്പറേറ്റ് കാറ്റഗറി ഓഫ് അക്കൗണ്ടിങ് ആണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ബേസിക്കലി എന്താണ്, ഈ ഇൻവെൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് മെയിനായിട്ടും കോസ്റ്റിൽ. ഇൻവെൻട്രി മാത്രമല്ല, ലേബറായിട്ടും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസൊക്കെ ആയിട്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, ഈച്ച് കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിൽ പെർ യൂണിറ്റ് കോസ്റ്റ് കാണാനൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കൊണ്ട് സാധിക്കില്ല. അതിനെന്ത് വേണം, നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് വേണം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ സ്പ്ലിറ്റിംഗ് അപ്പ് ദ അഗ്രിഗേറ്റ് കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. എസ്പെഷ്യലി ഇൻഡയറക്റ്റ് കോസ്റ്റിനെ എമംഗ് ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ വേരിയസ് കാറ്റഗറീസ് ഓഫ് പ്രൊഡക്റ്റിൽ എന്താണ് ഈ അഗ്രിഗേറ്റ് കോസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. ദസ് എ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് റിക്വയർസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻ എഡീഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സോ ദ ലിമിറ്റേഷൻസ് ആർ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി പാസ്റ്റ് ഡാറ്റ, അതായത് പാസ്റ്റ് ഡാറ്റ മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് ഡസ് നോട്ട് ഗിവ് എനി ആസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ ആസ്പെക്ട് അബൌട്ട് എനി ട്രാൻസാക്ഷൻ. ഓക്കെ, സോ ഇറ്റ് സിംപ്ലി ഇസ് എ പോസ്റ്റ് മോർട്ടം ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്, അതായത് കഴിഞ്ഞു പോയ ഇവൻറ്റ്സിൻ്റെ ഒരു പോസ്റ്റ് മോർട്ടം അല്ലെങ്കിൽ എന്താണ് ഒരു പാസ്റ്റ് ഡാറ്റ മാത്രമേ എന്ത് തരുന്നുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തരുന്നുള്ളൂ. സോ ദാറ്റ്സ് എ ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. The second point is it does not show profit or loss of each product, job or process. So financial accounting does not show the profit or loss of each product or each job or each process. So that's the limitation which is covered under cost accounting. അപ്പോൾ അത്തരം ലിമിറ്റേഷൻ എന്താണ് കോസ്റ്റിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ദ തേർഡ് പോയിന്റ് ഈസ് ഇറ്റ് ഫെയിൽസ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ റിസോഴ്സസ്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ് റിസോഴ്സിന് പുറത്തുള്ള കൺട്രോൾ നിയന്ത്രിക്കുന്നതിൽ എന്താണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ അത് പറയുന്നില്ല. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് മെഷർ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഒന്നും കണക്കാക്കുന്നില്ല. ഇറ്റ് ജസ്റ്റ് ഷോസ് യു ദ പാസ്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഓൾസോ ദ കണ്ടീഷൻസ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അത് മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കാണിച്ചു തരുന്നുള്ളൂ. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി കാണിച്ചു തരുന്നു, അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റിൻ്റെ ലയബിലിറ്റീൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളതും കാണിച്ചു തരുന്നു. അപ്പോൾ എന്താണ്, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇത് മെഷർ ചെയ്യുന്നില്ല. അഞ്ചാമത്തെ പോയിന്റ്, ഇറ്റ് ഫെയിൽസ് ടു പ്രൊവൈഡ് ആഡ്വക്കേറ്റ് ഡാറ്റ ഫോർ പ്രൈസ് ഫിക്സേഷൻ. പ്രൈസ് ഫിക്സേഷനുള്ള ആഡ്വക്കേറ്റ് ഡാറ്റ എന്ത് തരുന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തരുന്നില്ല. ഓക്കെ, ആറാമത്തെ പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഡാറ്റ ഫോർ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. കോസ്റ്റ് കമ്പയർ ചെയ്യാനുള്ള ഡാറ്റ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡസ് നോട്ട് പ്രൊവൈഡ് ഡാറ്റ ഫോർ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. ഏഴാമത്തെ പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ലിമിറ്റഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൺലി പ്രൊവൈഡ്സ് ലിമിറ്റഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ. സോ യു നീഡ് ടു സ്റ്റഡി അറൌണ്ട് 5 or 6 പോയിന്റ്സ്, അതായത് 5 or 6 പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി, 7 പോയിന്റ് പഠിക്കേണ്ട. അപ്പോൾ എളുപ്പത്തിൽ വരുന്ന ഇത്രയും പോയിന്റ്സ് എങ്കിലും ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ്സ് എഴുതി വെക്കാം. ഓക്കെ, വി ആർ ഓൺ ദ നെക്സ്റ്റ് പേജ്. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ കോസ്റ്റിംഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മേക്ക് ഷുവർ ഇഫ് ഇറ്റ്സ് കോസ്റ്റിംഗ് എന്ത് ചെയ്യുക, ഈ ഒരു മീനിങ് എഴുതുക. ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതുക. കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നത് എഴുതുക. അപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ മീനിങ് എന്താ? കോസ്റ്റിംഗ് സിംപ്ലി മീൻസ് ഫൈൻഡിങ് ഔട്ട് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് by any method or technique. So finding the cost of a product or service by any technique or method is just costing. Okay, so that's what costing means. So what is cost accounting? എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്? കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റ്. അതായത് ഈ കോസ്റ്റിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ പേരാണെന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്, അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റ് for preparing statements and reports to the purpose of managerial decision making. മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സും റിപ്പോർട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു CIMA ലണ്ടൻ, ഇറ്റ് ഡിഫൈൻസ് കോസ്റ്റിംഗ്, അതായത് കോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷനാണ് കോസ്റ്റിംഗ് ആസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് ascertaining the cost. So costing is the technique and process of ascertaining the cost. അപ്പോൾ നിങ്ങളിതിൻ്റെ മീനിങ് ചോദിക്കുമ്പോഴും ഇതന്നെ എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, സോ ജസ്റ്റ് ലേൺ ദ ഡെഫിനിഷൻ ഫസ്റ്റ്. ഡെഫിനിഷൻ എഴുതിയിട്ട് എന്താണ് അക്കോർഡിംഗ് ടു ഈ ഒരു സംഘടനേൻ്റെ പേര് എഴുതാതെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു മീനിങ് ഈ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ ഇതന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്, അത് എഴുതി വെക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ലേറ്റസ്റ്റ് ടെർമിനോളജി പബ്ലിഷ്ഡ് ബൈ CIMA. അപ്പോൾ ഇവിടെയും CIMA തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കോസ്റ്റിംഗ് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വിച്ച് എസ്റ്റാബ്ലിഷസ് ബഡ്ജറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്, പ്രോസസ്സസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ പ്രൊഡക്ട്സ് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസസ്, പ്രോഫിറ്റബിലിറ്റി ഓർ സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സ്. So what is costing according to CIMA? Sorry, cost accounting according to CIMA. Cost accounting is that part of management accounting. So cost accounting is a part of management accounting. Cost accounting management accounting ന്റെ പാർട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. It's a part of management accounting which establishes budgets and standard cost and actual cost. So cost accounting it establishes budgets of an organization, standard cost of an organization and actual cost of an organization. ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇത് ഈ മൂന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നു? ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ, പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസും പ്രോഫിറ്റബിലിറ്റിയും പിന്നെ സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, സോ ഇറ്റ്സ് ദ ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിന് ഡെഫിനിഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കോസ്റ്റിങ്ങിൻ്റെ മീനിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ The next side heading is difference between costing and cost accounting. കോസ്റ്റിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ജസ്റ്റ് നോക്കി നോക്കാം. കോസ്റ്റിംഗ് ഈസ് കൺസേൺ വിത്ത് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. സോ കോസ്റ്റിംഗ് എന്താണ്? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കൺസേൺ ആവുന്നത്. ഇറ്റ്സ് കൺസേൺ വിത്ത് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്. സോ ഇത് കോസ്റ്റ് അസർടൈൻ ചെയ്യലാണ്, കണക്കാക്കലാണ് കോസ്റ്റിങ്ങിൽ. കോസ്റ്റ് അക്കൗണ്ടിങ് ഇത് റെക്കോർഡ് ചെയ്യലാണ്, ഇത് എഴുതി വെക്കലാണ്. ഇറ്റ് ഹാസ് നാരോ സ്കോപ്പ്. ഇത് വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ഇടുങ്ങിയ ഒരു കോൺസെപ്റ്റാണ്. ഇത് കുറച്ച് ബ്രോഡർ കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എ ബ്രോഡർ സ്കോപ്പ്. ഇത് ഒരുപാട് മേഖലകളിൽ യൂസ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസ് അക്കോർഡിംഗ് ടു കോസ്റ്റ് എലമെൻറ്റ്. അതായത് എക്സ്പെൻസിൻ്റെ കോസ്റ്റ് എലമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഇൻഫർമേഷൻ. അപ്പോൾ ആവശ്യമുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കോസ്റ്റിനെ അനലൈസ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. കോസ്റ്റിംഗ് ഈസ് ഡൺ ബൈ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഡൺ ബൈ കോസ്റ്റ് ക്ലർക്ക് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കോസ്റ്റ് ക്ലർക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ശ്രദ്ധിക്കുക. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് കണ്ടത്, ഇനി കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വേർബൽ ഫോം ആണ് ശരിക്കും കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എ നൗൺ. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടൻസി ഇറ്റ്സ് ഇസ് വേർബ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്രിയാത്മകമായ രൂപമാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. സോ CIMA ഹാസ് ഡിഫൈൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസി
as the application of costing and cost accounting principles, methods and techniques to the science, art and practice of cost control and the ascertainment of profitability, as well as presentation of information for the purpose of managerial decision making. ഓക്കെ, അപ്പോൾ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് പ്രസൻറ്റ് ചെയ്യുന്നു? ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നു. എന്തിനു അതായത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ഇൻഫർമേഷൻസാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? അതായത് പ്രോഫിറ്റബിലിറ്റീൻ്റെ ഇൻഫർമേഷൻസ്. ഓക്കെ, എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു? അതൊരു സയൻറ്റിഫിക് ആയിട്ടും ആർട്ടിസ്റ്റിക് ആയിട്ടും പിന്നെ എന്താണ് അത് നിയന്ത്രിക്കണം എന്നുള്ള രീതിയിലും വേണ്ടിയിട്ടാണ് എന്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ഇറ്റ് ഹാസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ മെത്തേഡ്സും അതിൻ്റെ ടെക്നിക്സും അതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, നോക്കി വെച്ചേക്കുക. ഓക്കെ, so according to this definition, the term cost accountancy includes costing, cost accounting, budgetary control, cost control and cost audit. അപ്പോൾ മീനിങ് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, അതായത് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ദർ ഇസ് കോസ്റ്റിംഗ്, ദർ ഇസ് കോസ്റ്റ് അക്കൗണ്ടിങ്, ദർ ഇസ് ബഡ്ജറ്ററി കൺട്രോൾ, ദർ ഇസ് കോസ്റ്റ് കൺട്രോൾ, ദർ ഇസ് കോസ്റ്റ് ഓഡിറ്റ്. ഓക്കെ, സോ ദീസ് എലമെൻറ്റ്സ് ആർ ഇൻസൈഡ് കോസ്റ്റ് അക്കൗണ്ടൻസി. ഓക്കെ, സോ ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ സ്കോപ്പ് ഓഫ് എനി സബ്ജക്റ്റ് റെഫേഴ്സ് ടു ദ വേരിയസ് ഏരിയാസ് ഓഫ് സ്റ്റഡി. അതായത് ഏതൊക്കെ മേഖലകളിലേക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സാധ്യമാകുന്നത്. ഓക്കെ, അതാണ് സ്കോപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്കോപ്പ് മീൻസ് സാധ്യതകൾ. അപ്പോൾ നമുക്കിതിൻ്റെ പോയിൻറ്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹെഡിങ് മാത്രമേ കൊടുത്തുള്ളൂ, സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ പോയിൻറ്റ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇമ്പോർട്ടൻറ്റ് ദീസ് ആർ ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മേഖലകളിലേക്കാണ് നമ്മൾ അതിൻ്റെ ആ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ് ഈസ് കോസ്റ്റ് റെക്കോർഡിംഗ് ഓർ കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. അതായത് കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് അക്കൗണ്ടൻസി, ജസ്റ്റ് ലൈക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, വി ആർ ഓൾസോ മെയിൻറ്റെയിനിങ് സർട്ടൻ ബുക്സ് ഫോർ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ചില ബുക്സ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. കോസ്റ്റ് റെക്കോർഡിംഗ് റെഫേഴ്സ് ടു റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ട്രാൻസാക്ഷൻസ് ഇൻ വേരിയസ് ബുക്സ്. അതായത് വിവിധ ബുക്കുകളിലായിട്ട് കോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവിടെ എഴുതി വെക്കുന്നു. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. വി ആർ ക്ലാസിഫൈയിങ് കോസ്റ്റ്. കോസ്റ്റിന് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ബിഫോർ റെക്കോർഡിംഗ്, കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ എലമെൻറ്റ്സ് ലൈക്ക് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. So costs are classified according to material, labor, expenses. Okay. These are again classified into direct and indirect. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. മൂന്നാമത്തെ പോയിന്റ്, കോസ്റ്റ് ഈസ് എസർട്ടൈൻഡ്. അതായത് കോസ്റ്റ് കണക്കാക്കുന്നു. ദ മേജർ ഫംഗ്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. അതായത് കോസ്റ്റിൻ്റെ വാല്യൂ തിരിച്ചറിയുക. അതാണ് എസർട്ടൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഫ് പ്രൊഡക്റ്റുകൾ വരാം, ജോബ്സ് വരാം, പ്രോസസ്സ് വരാം. ഓക്കെ, ഇനി കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോന്നിനും എത്ര ചിലവ് നമുക്ക് വഹിക്കാമെന്ന് അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് കോസ്റ്റ് അലോക്കേഷൻ. ഇറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ പ്രൊഡക്റ്റ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ബേസിസ്. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് കോസ്റ്റ് അനാലിസിസ്. ഇറ്റ് ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ കോസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് വേരിയിങ് ഫ്രം ദ ബഡ്ജറ്റഡ് കോസ്റ്റ് ആൻഡ് അസൈനിങ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇൻക്രീസ് ഇൻ കോസ്റ്റ്. കോസ്റ്റ് അനലൈസ് ചെയ്യുന്നു. ആറാമത്തെ പോയിന്റ്, കോസ്റ്റ് കമ്പയർ ചെയ്യുന്നു. കോസ്റ്റ് കമ്പാരിസൺ. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ് കമ്പാരിസൺ ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് വിവിധ പ്രൊഡക്റ്റുകളായിട്ട് അവരുടെ ഈ ഒന്ന് ടൈം ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ഇന്ന് എത്രയാണ് കോസ്റ്റ്, നാളെ എത്രയാണ്, ഇന്നലെ എത്രയായിരുന്നു, അത് ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈമിൻ്റെ ടെമ്പറൽ ബേസിസിലുള്ള കമ്പാരിസൺ നടത്തുന്നു. അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകളായിട്ടും എന്ത് ചെയ്യുന്നു? കോസ്റ്റ് കമ്പയർ ചെയ്യുന്നു. So the sixth point is cost comparison. Seventh point is cost control. കോസ്റ്റ് നിയന്ത്രിക്കാനും ശ്രമിക്കണം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു എന്താണ് പ്രവർത്തനം എന്ന് വെച്ചാൽ കോസ്റ്റിനെ നിയന്ത്രിക്കാനും കൂടി ശ്രമിക്കണം. കോസ്റ്റ് കൺട്രോളും കൂടി അതിൽ വരുന്നുണ്ട്. ദ എയ്ത്ത് പോയിന്റ് ഈസ് കോസ്റ്റ് ഓഡിറ്റ്. അതായത് കോസ്റ്റ് ഓഡിറ്റ് ആണ് എട്ടാമത്തെ പോയിന്റ്. ഓഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ വെരിഫൈ ചെയ്യാം. കോസ്റ്റ് കൃത്യമായിട്ടാണോ നടക്കുന്നതെന്ന് വെരിഫൈ ചെയ്യാം. ഒൻപതാമത്തെ പോയിന്റ്, കോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് കോസ്റ്റ് വന്നതെന്നുള്ളത് കൃത്യമായിട്ടും റിപ്പോർട്ട് ചെയ്യാം. സോ ദീസ് ആർ ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ
നമ്മളോട് സെക്ഷൻ ബിയിൽ 6-5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഏതെങ്കിലും ഒരു 6 പോയിൻ്റ് എടുത്തിട്ട് എങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അലോങ് വിത്ത് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സബ്ഹെഡിങ്. ഒബ്ജക്റ്റീവ്സ് ഓർ പേർപ്പസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉള്ളത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ടു അസർടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. അതായത് ഓരോ പ്രൊഡക്റ്റിനും സർവീസിനുള്ള കോസ്റ്റ് എത്ര വന്നു എന്നുള്ളത് തിരിച്ചറിയാനാണ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ടു കൺട്രോൾ കോസ്റ്റ് നിയന്ത്രിക്കുക. ടു ഡിറ്റർമിൻ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. ടു അസർടൈൻ ദ പ്രോഫിറ്റ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയുടെയും പ്രോഫിറ്റ് കണക്കാക്കുക, അസർടൈൻ ചെയ്യാം. ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യാം. 7ാമത്തെ പോയിന്റ്, ടു അസർടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്, ജോബ് ഓർ വർക്ക് ഓർഡേഴ്സ്. അതായത് പ്രോഫിറ്റബിലിറ്റി ഓരോന്നിൻ്റെയും അസർടൈൻ ചെയ്യുക. ഓരോ പ്രൊഡക്റ്റിൻ്റെയും ജോബിൻ്റെയും വർക്ക് ഓർഡേഴ്സിൻ്റെയും എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും പ്രോഫിറ്റബിലിറ്റി അസർടൈൻ ചെയ്യുക. എഫിഷ്യൻസി മെഷർ ചെയ്യുക, കാര്യക്ഷമത മെഷർ ചെയ്യുക. പിന്നെന്താണ്, കൺട്രോൾ ആൻഡ് വേസ്റ്റ് കുറയ്ക്കുക. അതായത് അനാവശ്യമായിട്ട് നഷ്ടം അനാവശ്യമായിട്ട് വരുത്താതിരിക്കുക. വേസ്റ്റേജസ് റെഡ്യൂസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സബ്ഹെഡിങ് വിച്ച് ഈസ് ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്? ഇതതിൻ്റെ ലക്ഷ്യങ്ങളാണ്, ഇതതിൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫങ്ഷൻസ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് അസർടൈനിങ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്, ജോബ് ആൻഡ് പ്രോസസ്. ഓരോന്നിൻ്റെയും ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് അസർടൈൻ ചെയ്യുക, വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് കോസ്റ്റ് ഡാറ്റ ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൈസിങ്, പോളിസി ഫോർമുലേഷൻ, ഡിസിഷൻ മേക്കിംഗ്. അതായത് കോസ്റ്റ് ഡാറ്റ കൊടുക്കുക. എന്തിനൊക്കെ വേണ്ടിയിട്ട്? പ്രൈസിങ്ങിന് വേണ്ടിയിട്ട്. പ്രൈസിങ് മീൻസ് എന്താണ്? ഫിക്സിങ് പ്രൈസ് ഫോർ പ്രൊഡക്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ പ്രൈസിങ്ങിന് എന്താണ്? ഡാറ്റ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പുതിയ നയങ്ങൾ അത് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കും. 3ാമത്തെ പോയിന്റ്, കൺട്രോളിങ് കോസ്റ്റ് ബൈ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കമ്പയറിംഗ് ദം വിത്ത് ആക്ച്വൽസ്. അതായത് ഒരു ആക്ച്വൽ കോസ്റ്റ് എത്ര വന്നു എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആക്ച്വൽ കോസ്റ്റ് വന്നത് കുറഞ്ഞോ കൂടി പോയോ എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇറ്റ്സ് അനദർ ഫംഗ്ഷൻ. ദ ഫോർത്ത് ഫംഗ്ഷൻ ഈസ് മെഷറിംഗ് എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റിൻ്റെ എഫിഷ്യൻസി നോക്കുക, അതിൻ്റെ ഓരോ പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി നോക്കുക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി നോക്കുക. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് സെർവിങ് ആസ് എ ടൂൾ ഫോർ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. പ്ലാനിങ്ങിനും ബഡ്ജറ്റിങ്ങിനും ഒരു ടൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ 6ാമത്തെ പോയിന്റ്, ഹെൽപ്പിംഗ് ഇൻ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷൻ. അപ്പോൾ പ്രൈസ് ഫിക്സേഷനും സെല് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പിംഗ് ഇൻ പ്രിപ്പയറിംഗ് ടെൻഡേഴ്സ് ഓർ കൊട്ടേഷൻ. അപ്പോൾ കൊട്ടേഷനും ടെൻഡേഴ്സും പ്രിപ്പയർ ചെയ്യാനും ഇത് സഹായിക്കും. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഇനി ദ നെക്സ്റ്റ് സബ് ഹെഡിങ് ഈസ് മെറിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. മെറിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് മെറിറ്റ്സ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് അറ്റ് ദ മെറിറ്റ്സ് ടു ദ മാനേജ്. ആദ്യം തന്നെ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ ഗുണങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കൊണ്ട് ഉണ്ടാകുന്നത് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഐഡൻറ്റിഫൈസ് പ്രോഫിറ്റബിൾ ആൻഡ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. ദിസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. അതായത് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് മാനേജ്മെൻറ്റിന് ഇത് ഒഴിവാക്കാൻ സഹായിക്കും. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനോട് സാധിക്കില്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനോട് മാത്രമേ സാധിക്കൂ. നെക്സ്റ്റ് പോയിന്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ട്സ് ഫേർണിഷ് കോസ്റ്റ് ഡാറ്റ ടു മാനേജ്മെൻറ്റ് for decision making such as make or buy, continue or shut down, accept or reject. If you have given an offer by someone, you can accept or reject according to cost data. ഇനി നമ്മുടെ ഒരു പെർട്ടിക്കുലർ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണോ ഷട്ട് ഡൗൺ ചെയ്യണോ എന്ന് നമുക്ക് കോസ്റ്റ് ഡാറ്റ വെച്ച് നമുക്ക് അസർടൈൻ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നതാണോ നല്ലത്, വാങ്ങുന്നതാണോ നല്ലത്, അതും കോസ്റ്റ് ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യാൻ സഹായിക്കും. 3ാമത്തെ പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്സ് ടു എക്സസൈസ് control on material, labor and overheads cost through standard costing. അതായത് ഈ മെറ്റീരിയലിൽ വന്ന ചിലവ്, ലേബറിൽ വന്ന ചിലവ്, അതായത് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ചിലവ്, ഓവർ ഹെഡ്സ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് വരുന്ന ചിലവുകൾ,
ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ അതേപോലെ ബഡ്ജറ്ററി കൺട്രോളൊക്കെ മുഖാന്തരം കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. 4ാമത്തെ പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഹെൽപ്സ് ഇൻ മിനിമൈസിങ് ലോസസ്, അതായത് ലോസുകൾ കുറയ്ക്കാൻ സഹായിക്കും. ആൻഡ് വേസ്റ്റേജ് കുറയ്ക്കാനും സഹായിക്കും. റിലേറ്റിംഗ് ടു മെറ്റീരിയൽസ്, ഐഡിൽ ടൈം, ഐഡിൽ കപ്പാസിറ്റി, അതായത് മെറ്റീരിയൽസ് വേസ്റ്റായി പോവുക. അതേപോലെ തൊഴിലാളികൾ വെറുതെ നിൽക്കുമ്പോൾ ടൈം വെറുതെ വേസ്റ്റായി പോകും. അതേപോലെ നമ്മൾ ആവശ്യത്തിനധികം വലിയ ഫെസിലിറ്റി ഗോഡൗണൊക്കെ ഉണ്ടാക്കിയാലും ഐഡിൽ കപ്പാസിറ്റി, അത് വെറുതെ കപ്പാസിറ്റി വേസ്റ്റ് ആവും. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാനും അത് സഹായിക്കുക. 5ാമത്തെ പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫിക്സിങ് ദ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനും കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഉപകാരമാണ്. 6ാമത്തെ പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എനേബിൾസ് ടു മെഷർ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഉപകാരപ്രദമാണ്. 7ാമത്തെ പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ അപ്രൈസിങ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ഡിവിഷൻ, ഓരോ ഡിവിഷൻ്റെ പെർഫോമൻസ് കണക്കാക്കാനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോമൻസ് കണക്കാക്കാനൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായകമാണ്. മെറിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ എസ് ആയിട്ട് പോലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മെറിറ്റ്സ് തീരുന്നില്ല. മെറിറ്റ്സ് ടു എംപ്ലോയീസ്, അപ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എംപ്ലോയീസിന് കൊടുക്കുന്ന മെറിറ്റ്സ് എന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ് ആൻഡ് ബോണസ് പ്ലാൻ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻസെൻറ്റീവ് സ്കീംസ് അതേപോലെ ബോണസ് പ്ലാനുകളൊക്കെ ഉണ്ട്. അത് എംപ്ലോയീസിന് വളരെ ബെനിഫിറ്റ് ആണ്. അപ്പോൾ അവർക്ക് സാലറിക്ക് പുറത്ത് അവർ ചെയ്യുന്ന നല്ല പെർഫോമൻസിന് അവർക്ക് ഇൻസെൻറ്റീവ്സും they will also get bonus plans. Second point is cost accounting helps in introducing good wage system. Cost accounting helps in introducing a good wage system. അതായത് നല്ലൊരു വേജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. 3ാമത്തെ പോയിന്റ്, എ ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് ഫേംസ്. നല്ലൊരു കോസ്റ്റിംഗ് സിസ്റ്റം ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം ആൻഡ് ആസ് വെൽ ആസ് ദ പ്രോസ്പെറിറ്റി of the firm, which will eventually affect the employees. They will get better wages and job security in such organizations. The 4th point is cost accounting minimizes the possibilities of misunderstanding between workers and employees. Workers and employees നമ്മൾ misunderstanding കുറയ്ക്കാൻ cost accounting സഹായിക്കും. Okay, so these are the merits to employees. അപ്പോൾ നേരത്തെ ഓർഗനൈസേഷനിലുള്ള മെറിറ്റ്സ് നമ്മൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനുള്ള മെറിറ്റ്സ് ഇപ്പോൾ എംപ്ലോയീസിനുള്ള മെറിറ്റ്സ് ആണ് കണ്ടത്. So the 3rd point is merits to creditors and investors. So there are certain merits to creditors and investors as well. So what are they? Let's see. Cost data helps the creditors to ascertain the solvency, profitability and future prosperity of an enterprise before they lend. അതായത് കോസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഒരാൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർക്ക് ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ സ്ഥാപനത്തിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾക്ക് ക്രെഡിറ്റ് തരണം, അങ്ങോട്ടേക്ക് ഒരാൾക്ക് ഒരു കടം തരണം. അപ്പോൾ അയാൾക്ക് ദേ ക്യാൻ ലുക്ക് ടു ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അപ്പോൾ ആ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഡാറ്റ അയാൾ കണക്കാക്കിയാൽ അത് അയാൾ വിലയിരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും ഈ സ്ഥാപനം നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനമാണോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വളരെ മോശമാണോ എന്നുള്ളത് ഈ ക്രെഡിറ്റർക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്കോ അത് മനസ്സിലാകും. ഓക്കെ, ദ സെക്കൻഡ് പോയിന്റ് ഈസ് cost accounting enables the creditors to ascertain whether the capital employed is effectively utilized. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്താണ് ക്രെഡിറ്റേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാകുക. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ടും ഈ ക്രെഡിറ്റേഴ്സിന് ഇത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും. സോ ലെറ്റ്സ് സീ ദ 3rd പോയിന്റ് ഇൻ മെറിറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ 3rd പോയിന്റ്സ് നോക്കാം. അതിൽ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ട്സ് ഹെൽപ്പ് ക്രെഡിറ്റേഴ്സ് ടു understand about credit worthiness and financial soundness of firms. അതായത് ഒരു സ്ഥാപനം എത്രമാത്രം ക്രെഡിറ്റ് വേർത്തിയാണ്, അതിന് എത്രമാത്രം അസറ്റ് ഉണ്ട്, അത് എത്രമാത്രം ക്രെഡിറ്റ് തിരിച്ചു കൊടുക്കാറുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഡാറ്റ വെച്ചിട്ട് ഒരു ക്രെഡിറ്റർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 4ാമത്തെ പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ്സ് കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യും. ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ കോസ്റ്റ് നിയന്ത്രിക്കുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി വരിക. ആൻഡ് സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ, അപ്പോൾ നല്ല ഫിനാൻഷ്യൽ പൊസിഷൻ വരും. ആസ് എ റിസൾട്ട് ഇൻവെസ്റ്റേഴ്സ് ആർ ബെനിഫിറ്റഡ്. ഓക്കെ, ഇതാണ് 4 പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് മെയിൻ പോയിന്റ് നോക്കാം, മെറിറ്റ്സ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ് എന്തൊക്കെ മെറിറ്റ്സ് ആണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് വരുന്ന മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് റിലേറ്റിംഗ് ടു എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ടാക്സേഷൻ,
പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്, വേജ് ഫിക്സേഷൻ, അതായത് എക്സ്പോർട്ട് എത്ര വേണം, ഇമ്പോർട്ട് എത്ര വേണം, ടാക്സേഷൻ എത്ര വേണം, പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് എത്ര വേണം, വേജ് എത്ര ഫിക്സ് ചെയ്യണം, ഈ വക കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് തിരിച്ചറിയാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. ദ സെക്കൻഡ് പോയിന്റ് ഈസ് കോസ്റ്റ് ഇൻഫർമേഷൻ ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് നാഷണൽ പ്ലാൻ ആൻഡ് ബഡ്ജറ്റ്സ്. അതായത് ഗവൺമെൻറ് ബഡ്ജറ്റും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നാഷണൽ പ്ലാൻസും ബഡ്ജറ്റുകളൊക്കെ തയ്യാറാക്കാൻ കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ലെവിയിങ് എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുക, ലെവി ചെയ്യാൻ ഇത് സഹായിക്കും. സെയിൽസ് ടാക്സ് ലെവി ചെയ്യാൻ സഹായിക്കും. നാലാമത്തെ പോയിന്റ്, ഗവൺമെൻറ് ക്യാൻ റൺ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എഫിഷ്യൻ്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്. അതായത് കോസ്റ്റ് അക്കൗണ്ട് സഹായത്തോടു കൂടി ഗവൺമെൻറ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എഫിഷ്യൻ്റായിട്ട് നടത്തിക്കാൻ സഹായിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ മെറിറ്റ്സ് ടു ഗവൺമെൻറ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം, മെറിറ്റ്സ് ടു സൊസൈറ്റി. സൊസൈറ്റീൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് കണ്ടക്ട്സ് എ വാർ അഗെയിൻസ്റ്റ് ഓൾ കൈൻഡ് ഓഫ് വേസ്റ്റ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള വേസ്റ്റ് മീൻസ് അൺപ്രൊഡക്റ്റീവ് തിങ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെറുതെ വീട്ടിൽ കിടന്നുറങ്ങുന്നത് ഇറ്റ്സ് എ വേസ്റ്റ്, അതിൽ നമ്മൾ അൺപ്രൊഡക്റ്റീവായി തീരുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള വേസ്റ്റും അതിനെതിരെ ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, therefore consumers get quality products at reasonable prices. The second point is cost accounting brings stability by improving managerial and operating efficiency. അതായത് ഓപ്പറേറ്റിംഗ് ആൻഡ് മാനേജറിയൽ എഫിഷ്യൻസി മുഖാന്തരം കോസ്റ്റ് അക്കൗണ്ടിംഗ് നല്ലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, കോസ്റ്റ് സേവിങ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ എഫേർട്സ് carried out by various organizations helps in curbing inflationary tendencies in the economy. അതായത് എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ, സമൂഹത്തിൽ ഈ പറയുന്ന പണപ്പെരുപ്പം കുറയ്ക്കാൻ, പണപ്പെരുപ്പം എന്ന് വെച്ചാൽ ക്രമാതീതമായിട്ട് സാധനങ്ങളുടെ വില വർദ്ധിക്കുക, അപ്പോൾ അത് കുറയ്ക്കാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു വേരിയസ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ വേരിയസ് സെക്ഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കോസ്റ്റ് അക്കൗണ്ടിങ് കൊടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ടു സൊസൈറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സ് കണ്ടു, എംപ്ലോയീസിൻ്റെ കണ്ടു, പിന്നെ ക്രെഡിറ്റേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ടു, പിന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കണ്ടു, പിന്നെ സൊസൈറ്റിയുടെ കണ്ടു. അപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മെറിറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അതാണ് നോക്കാനായിട്ടുള്ളത്. ഈവൻ ദോ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ഹൈലി യൂസ്ഫുൾ, ഇറ്റ് സഫേഴ്സ് ഫ്രം ദ ഫോളോയിങ് ലിമിറ്റേഷൻസ്. അപ്പോൾ താഴെ പറയുന്ന ലിമിറ്റേഷൻസ് കാരണം കോസ്റ്റ് അക്കൗണ്ടിങ് ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ് ഫോർ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ലാക്സ് യൂണിഫോമിറ്റി. അതായത് ഇതിനൊരു യൂണിഫോമിറ്റി ഇല്ല. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ്സൊക്കെ പല രീതിയിൽ വേരിയഡാണ്. ഒരു കോമൺ മെത്തേഡ് അല്ലെങ്കിൽ ഒരു യൂണിഫോം മെത്തേഡല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ലാക്സ് യൂണിഫോമിറ്റി. ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് ഫോംസ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഡാറ്റ ഫോർ അറൈവിങ് അറ്റ് ഡിസിഷൻസ്, ഇറ്റ് ഡസ് നോട്ട് ഓഫർ സൊല്യൂഷൻസ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോബ്ലംസിനെ കുറിച്ച് പറയുന്നു, ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി സൊല്യൂഷൻസ്. അത് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദ തേർഡ് പോയിന്റ് ഈസ് ഇറ്റ് റിക്വയർസ് ഹെവി എക്സ്പെൻഡിച്ചർ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഹെവി എക്സ്പെൻഡിച്ചറിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. ഓക്കെ, അത് ചിലവ് കൂടുതലാണ്. ദ ഫോർത്ത് പോയിന്റ് ഈസ് കോസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ വൺ പേർപ്പസ് മേ നോട്ട് ബി സൂട്ടബിൾ ഫോർ സം അതർ പേർപ്പസ്. അതായത് ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഡാറ്റ അല്ലെങ്കിൽ കോസ്റ്റ് മെത്തഡോളജി ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ അതർ പേർപ്പസസ്. സോ ദാറ്റ്സ് ദ ഫോർത്ത് പോയിന്റ്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് നോട്ട് സൂട്ടബിൾ ടു ട്രേഡിംഗ് കൺസേൺസ്. അത് ട്രേഡിംഗ് കൺസേൺസിന് കോസ്റ്റിങ്ങിൻ്റെ വലിയൊരു ആവശ്യം വരുന്നില്ല. ഇറ്റ് ഈസ് മെയിൻലി സൂട്ടബിൾ ഫോർ മാനുഫാക്ചറിങ് കൺസേൺസ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻലി മാനുഫാക്ചറിങ് കൺസേൺസിനുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ട്രേഡിംഗ് കൺസേൺസ്. ദ സിക്സ്ത് പോയിന്റ് ഈസ് ദാറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ അസംഷൻസ് ആൻഡ് പ്രിസംഷൻസ്. അസംഷൻസും പ്രിസംഷൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉള്ളത്. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്യുറേറ്റ് ഓർ ആൻ എക്സാക്ട് സയൻസ്. അപ്പോൾ അതൊരു ആക്യുറേറ്റ് അല്ലെങ്കിൽ എക്സാക്ട് സയൻസ് അല്ല. Okay, അപ്പോൾ these are the demerits or disadvantages of cost accounting. So we have seen the disadvantages of cost accounting. Okay, നമ്മൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് കാണും. ഇനി നമുക്ക് അതിൻ്റെ ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ഒബ്ജെക്ഷൻസ് നോക്കാം, അതിനെതിരെയുള്ള വാദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എക്സ്പെൻസീവ്. അത് ചിലവേറിയതാണ്.
ഇറ്റ് ഓൺലി ലാർജ് ഓർഗനൈസേഷൻസ് ക്യാൻ എഫേർഡ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരുപാട് എന്താണ് ഇറ്റ് നീഡ്സ് എന്താണ് പെക്യുലർ കൈൻഡ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ്. അപ്പോൾ അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം. ദേ ഷുഡ് ബി ലാർജ് നമ്പർ ഓഫ് ദം. അതുപോലെ തന്നെ എന്താണ് ഇത് മെത്തഡോളജി കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിൻ്റെതായ ചിലവുകൾ വരും. ഓക്കെ, ദ സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് അൺനെസറി. അപ്പോൾ ചിലത് പറഞ്ഞത് അത് ആവശ്യമില്ല എന്നുള്ളതാണ്, അതൊരു ക്രിറ്റിസമാണ്. തേർഡ് പോയിന്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. എല്ലാ ഇൻഡസ്ട്രീസിനും ഇത് ആവശ്യമില്ല, കോസ്റ്റ് അക്കൗണ്ടിങ് ആവശ്യമില്ല. എക്സാമ്പിൾ റൈസ് മിൽസിന് അതിനൊന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നാലാമത്തെ പോയിന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ ഫെയിലിയർ ആസ് റിഗാർഡ്സ് ബ്രിങ്ങിങ് ഡിസൈഡ് റിസൾട്ട്. അപ്പോൾ ഡിസൈഡ് റിസൾട്ട് കൊണ്ടുവരാനായിട്ടും എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നില്ല. അപ്പോൾ ഈ 4 പോയിന്റ് പഠിച്ചാൽ മതി. ഓക്കെ, ക്രിറ്റിസംസ് ആയിട്ട്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഡിഫറൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഡിഫറൻസ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നാണ് ചോദ്യം. ബോത്ത് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ഇത് രണ്ടും അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസ് ആണ്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് വെയർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എൻഡ്സ് കോസ്റ്റ് അക്കൗണ്ട് ബിഗിൻസ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അവസാനിക്കുന്നിടത്താണ് എന്ത് കോസ്റ്റ് അക്കൗണ്ടിങ് ആരംഭിക്കുന്നത്. ബോത്ത് ആർ സിമിലർ ഇൻ സം റെസ്പെക്ട്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ എന്താണ് ദർ ഇസ് സിമിലാരിറ്റി ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബട്ട് ഇൻ സം അതർ റെസ്പെക്ട്സ് ദേ ഡിഫർ ഫ്രം വൺ അനദർ. അതായത് മറ്റ് കാര്യങ്ങൾ എന്താണ് ചില ഏരിയാസിൽ ദേ ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ഫോളോയിങ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ താഴെ പറയുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. സോ ദ ഫസ്റ്റ് കോളം ഇസ് ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് ദ സെക്കൻഡ് കോളം ഇസ് ഫോർ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താ വരുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് ഹോൾ ബിസിനസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാണ് ദേ ആർ അക്കൗണ്ട്സ് ഓഫ് ദ ഹോൾ ബിസിനസ്. മൊത്തം ബിസിനസിൻ്റെ അക്കൗണ്ട്സ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബട്ട് കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ഓൺലി എ പാർട്ട് ഓഫ് ഹോൾ ബിസിനസ്. ദേ ഓൺലി റെപ്രസെൻറ്റ് എ സ്മോൾ പോർഷൻ ഓഫ് ബിസിനസ്. അപ്പോൾ എന്താണ് ഹോൾ ബിസിനസ്സിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് സ്കോപ്പ് വൈസ് വലുത്. ഇതെന്താണ് ഇതിന് സാധ്യതകൾ കുറവാണ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡിസ്ക്ലോസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ് ആസ് എ ഹോൾ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ബിസിനസ്സിൻ്റെ മൊത്തമുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കണക്കാക്കുന്നു. കോസ്റ്റ് അക്കൗണ്ട്സ് ഡിസ്ക്ലോസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ജോബ് ഓർ പ്രൊഡക്റ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും ഓരോ ജോബിൻ്റെയും ഓരോ പ്രൊഡക്റ്റിൻ്റെയും എന്താണ് ഈ പറയുന്ന നെറ്റ് റിസൾട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹോൾ ഓർഗനൈസേഷൻ്റെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ടാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. തേർഡ് പോയിന്റ് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ഓൾ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. എല്ലാ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് സർവീസസ്. എല്ലാ ട്രാൻസാക്ഷനും ഡീൽ ചെയ്യുന്നില്ല. അതായത് മാനുഫാക്ചറിങ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, അതേപോലെ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നത്. ദ ഫോർത്ത് പോയിന്റ് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് റെക്കോർഡ് ഓൺലി ആക്ച്വൽ ഓർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഉണ്ടായ കോസ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ബട്ട് കോസ്റ്റ് അക്കൗണ്ട്സ് റെക്കോർഡ് ബോത്ത് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും എന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കുന്നതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസ്. അതായത് ബിസിനസ്സും പുറത്തുള്ള ആളും തമ്മിലുള്ള ട്രാൻസാക്ഷനൊക്കെയാണ് കൂടുതലായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുക. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇൻറ്റേർണൽ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡീൽ ചെയ്യുന്നത്. Our sixth point is the main object of financial account is to ascertain correct profit or loss for the business. അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നത്. ആൻഡ് ടു ഷോ എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ അഫെയർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ്. ആറാമത്തെ പോയിന്റ് ഇതിൽ പറഞ്ഞത് കോസ്റ്റിങ്ങിൽ പറഞ്ഞത് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഇസ് ടു അസർടെയിൻ ദ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നത് എന്ന് തിരിച്ചറിയാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ പോയിന്റ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഗൈഡഡ് ബൈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്താ ഗൈഡ് ചെയ്യുന്നത്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഗൈഡ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ടൈലർ മെയ്ഡ് ടു സൂട്ട് ദ നീഡ്സ് ഓഫ് എ സ്പെസിഫിക് ഓർഗനൈസേഷൻ, ഡിവിഷൻ ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് എന്താണ് ഇത് മാറും. സോ ദർ ഇസ് നോട്ട് എ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോർ കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, the last point is financial accounts stock is valued at cost price or market price whichever is less. അപ്പോൾ ഏതാണോ കുറവ്, സ്റ്റോക്ക് കോസ്റ്റ് പ്രൈസിലാണോ മാർക്കറ്റ് പ്രൈസിൽ ഏതാണോ കുറവ് വരുന്നത് അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നോക്കും, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് നോക്കും, സ്റ്റോക്കിൻ്റെ ഏതാണോ കുറവ് വരുന്നത് അത് കൺസിഡർ ചെയ്യും.
പക്ഷേ കോസ്റ്റ് അക്കൗണ്ട്സിൽ സ്റ്റോക്ക് ഇസ് ഓൾവേസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസിൽ മാത്രമേ എന്തുള്ളൂ കോസ്റ്റിങ്ങിൽ ഈ പറയുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ കണക്കാക്കുള്ളൂ. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ, ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് സിംപ്ലി മീൻസ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് കോസ്റ്റ്, അതായത് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, ഓർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഒരു കോസ്റ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡുകൾ എന്താണെന്നുള്ളതാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ ഓരോ മെത്തേഡ് നമുക്കൊന്ന് പരിശോധിക്കാം. സോ ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് ആണ് ആദ്യത്തെ മെത്തേഡ്. അണ്ടർ ജോബ് കോസ്റ്റിംഗ്, കോസ്റ്റ് ആർ കളക്റ്റഡ് ആൻഡ് അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ് ഓർ വർക്ക് ഓർഡർ സെപ്പറേറ്റ്ലി. ഓരോ ജോബിനും വർക്ക് ഓർഡറിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കോസ്റ്റ് കളക്ട് ചെയ്യുക. ഈച്ച് ജോബ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഈച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ പ്രിൻറ്റിംഗ് വർക്ക്, റിപ്പയർ ഷോപ്പ്, ഫൗണ്ടറീസ്, എഞ്ചിനീയറിംഗ് വർക്ക്, മെഷീൻ ടൂൾസ്, ഷിപ്പ് ബിൽഡിംഗ്, ഫർണിച്ചർ മേക്കിംഗ് എക്സെട്ര. അതായത് ഈ ഓരോ ജോബിനും ഓരോ എന്ത് ചെയ്യുക കോസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കലാണ് ജോബ് കോസ്റ്റിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻറ്റിംഗ് വർക്ക്, അതൊരു ഓരോ പ്രിൻറ്റിംഗ് വർക്ക്, അതായത് ഒരു ഓർഡർ കിട്ടിയാൽ ഒരു എന്താണ് ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ നോട്ടീസ് അടിക്കാൻ, അതൊരു സെപ്പറേറ്റ് ജോബാണ്. അതുപോലെ മറ്റൊരു സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഓരോ ഓർഡറും എന്താണ് ഓരോ ജോബാണ്. അപ്പോൾ ഓരോ ജോബിനും എന്ത് ചെയ്യുക, ഓരോ കോസ്റ്റ് ഈടാക്കുക എന്നുള്ളതാണ്. പിന്നെ റിപ്പയറിൽ വരുന്ന ഷോപ്പുകൾ അങ്ങനെയാണല്ലോ, ഓരോ ജോബിനും ഓരോ കോസ്റ്റ് ഈടാക്കുക. ഫൗണ്ടറീസ്, അതേപോലെ എഞ്ചിനീയറിംഗ് വർക്ക്സ്, അതേപോലെ മെഷീൻ ടൂൾസ്, ഷിപ്പ് ബിൽഡിംഗ്, ഓരോന്നും എന്താണ് ഓരോ ജോബ്സാണ്. ഫർണിച്ചർ മേക്കിംഗ്. അപ്പോൾ ഇതാണ് ജോബ് കോസ്റ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ബാച്ച് കോസ്റ്റിംഗ് ആണ്. ബാച്ച് കോസ്റ്റിംഗ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൻ്റെ സ്പെഷ്യൽ ടൈപ്പാണ് ബാച്ച് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫാക്ടറീസ്. അത് ഫാക്ടറീസിലാണ് യൂസ് ചെയ്യുക. വെയർ ആർട്ടിക്കിൾസ് ആർ മാനുഫാക്ചർഡ് ഇൻ ഡെഫിനിറ്റ് ബാച്ചസ്. ഓരോ ബാച്ചസിൽ മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് ഈ ബാച്ച് കോസ്റ്റിംഗ് വരിക. ബാച്ച് കോസ്റ്റിംഗ് ഈസ് ജനറലി ഫോളോഡ് ഇൻ സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ്. ഓക്കെ, അപ്പോൾ സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ്ങിൽ ബാച്ചാണ് വരിക. പ്രിൻറ്റിങ്ങിൽ ജോബ് വരുന്ന പോലെ സ്പെയർ പാർട്സിലും ബാച്ചാണ് വരിക. ബിസ്ക്കറ്റ് ഫാക്ടറീസിൽ ബാച്ച് കോസ്റ്റിംഗ് ആണ് വരിക. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ ബാച്ച് കോസ്റ്റിംഗ് ആണ് വരിക. റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൽ ബാച്ച് കോസ്റ്റിംഗ് ആണ് വരിക. പാക്ഡ് ഫുഡ്സിൽ ബാച്ച് കോസ്റ്റിംഗ് ആണ് വരിക. വാച്ച് മാനുഫാക്ചറിങ്ങിൽ ബാച്ച് കോസ്റ്റിംഗ് ആണ് വരിക. ടോയ്സ് മേക്കിങ്ങിൽ ബാച്ചാണ് വരിക. കോസ്മെറ്റിക്സിൽ ബാച്ചാണ് വരിക. ഇതിന് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ബാച്ച് കോസ്റ്റിങ്ങിൽ പറയാനുള്ളത്. ഇനി തേർഡ് പോയിന്റ് ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പോൾ കോൺട്രാക്ട് ഒരു വലിയ ജോബാണ്. ഇറ്റ്സ് എ ബിഗ് ജോബ്. ഹെൻസ് ഇറ്റ് ടേക്സ് എ ലോങ്ങർ ടൈം ടു കംപ്ലീറ്റ്. ഒരു വലിയ ടൈം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്നു. ലൈക്ക് ജോബ്സ്, ഈച്ച് കോൺട്രാക്ട് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ. അപ്പോൾ ജോബ് പോലെയല്ല, ഓരോ കോൺട്രാക്റ്റും ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. കോസ്റ്റ് ആർ കളക്റ്റഡ്, അക്യുമുലേറ്റഡ് ആൻഡ് അസർട്ടൈൻഡ് ഫോർ ഈച്ച് കോൺട്രാക്ട് സെപ്പറേറ്റ്ലി. ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ്ലി കോസ്റ്റാണ് വരിക. സോ എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ കോൺട്രാക്ട്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി സച്ച് ആസ് ബിൽഡിംഗ് റോഡ്സ്, ബ്രിഡ്ജസ്, ഡാംസ് എക്സെട്ര. അപ്പോൾ വലിയ വലിയ കൺസ്ട്രക്ഷൻസിനാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് വരിക. ബാച്ച് കോസ്റ്റിംഗ് നമ്മൾ നേരത്തെ കണ്ടു. മാനുഫാക്ചറിങ്, ടോയ് മാനുഫാക്ചറിങ്, കോസ്മെറ്റിക്സ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ബിസ്ക്കറ്റ് ഫാക്ടറീസ്. ഇവിടെ ജോബ് കോസ്റ്റിംഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ്, ഫൗണ്ടറീസ്, റിപ്പയർ ഷോപ്പ്, മെഷീൻ ടൂൾസ്, ഷിപ്പ് ബിൽഡിംഗ്, പ്രിൻറ്റിംഗ് വർക്ക്സ്, ഫർണിച്ചർ മേക്കിങ്ങിലൊക്കെയാണ് ഇത് വരിക. ഇനി ഫോർത്ത് ടൈപ്പ് നോക്കാം. പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഇഫ് എ പ്രോഡക്റ്റ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്, പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് സ്റ്റേജ്. അതായത് ഓരോ സ്റ്റേജിലൂടെ പോകുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് പ്രോസസ് ആണെങ്കിൽ, അത്തരം പ്രോസസ്സിലൂടെ പോകുന്ന മാനുഫാക്ചറിങ്ങിൽ അപ്ലൈ ചെയ്യുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഹിയർ പ്രൊഡക്ഷൻ സ്റ്റേജസ് ആർ കോൾഡ് പ്രോസസ്സസ്. നോർമലി ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഓഫ് ദ സബ്സീക്വൻറ്റ് പ്രോസസ്. The final product is obtained in the last process. Process costing is generally followed in textile industries. Textiles process costing ആണ്. Chemical industries process costing ആണ്. Refineries process costing ആണ്. Paper manufacturing process costing ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഇസ് യൂസ്ഡ് വെൻ എ കമ്പനി only produces one single product. ഒരു സിംഗിൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക,
സിംഗിൾ കോസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ്. ഇൻ ലാർജ് നമ്പർ ഓഫ് കണ്ടിന്യൂസ് ബേസിസ് ഇൻ എ സിംഗിൾ പ്രോസസ്സ്. ഒരു സിംഗിൾ പ്രോസസ്സിൽ എന്താണ് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാണ് സിംഗിൾ കോസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയാം. യൂണിറ്റ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് ആസ് സിംഗിൾ കോസ്റ്റിംഗ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. That's why this method is called single operation costing. Next point is operating costing. അടുത്ത പോയിന്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. This method is applied to the enterprises which are engaged in rendering services such as transport undertakings, railways, airways, hospitals, electricity, hostels, etc. അതായത് സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ ഫെസിലിറ്റി കൊടുക്കുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അത്തരം സ്ഥാപനങ്ങൾ എടുക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ബിക്കോസ് വാട്ട് ദേ ഡു ഈസ് ഓപ്പറേഷൻസ്. ഓക്കെ, ദിസ് മെത്തേഡ് എയിംസ് അറ്റ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് സർവീസസ് റെൻഡേർഡ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് സർവീസ് കോസ്റ്റിംഗ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിന് മറ്റൊരു പേരാണെന്ത്? സർവീസ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മറ്റൊരു സാധനമാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓക്കെ, അതും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് നമ്മൾ വ്യത്യാസമുണ്ട്. ഓപ്പറേഷൻ കോസ്റ്റിംഗ്. എ മാനുഫാക്ചറിംഗ് പ്രോസസ് മേ സംടൈംസ് ബി സബ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് പാർട്സ്. ഈച്ച് പാർട്ട് ഇസ് നോൺ ആസ് ഓപ്പറേഷൻ. അതായത് ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ പല പാർട്സ് ആയിട്ട് പ്രോസസ്സ് പോലെ തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിന് ഓരോ പാർട്സിൻ്റെയും പേരാണെന്ത്? ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ ഓഫ് എ സ്റ്റീൽ അൽമിര ഈസ് ഡിവൈഡഡ് ഇൻ ടു ഓപ്പറേഷൻ സച്ച് ആസ് കട്ടിംഗ് എ സ്റ്റീൽ ഷീറ്റ്, വെൽഡിംഗ് the body, welding compartments, fixing the door and handle and polishing. അപ്പോൾ ഓരോന്നും ഓരോ ഓപ്പറേഷനാണ്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ കോസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ടോയ് മേക്കിങ്ങിൽ വരും, ലെതറിൽ വരും, എഞ്ചിനീയറിംഗ് ഗുഡ്സിലും ഇത് ഓപ്പറേഷൻ കോസ്റ്റിംഗ് വരും. ഓക്കെ, ഇനി അടുത്തതാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വെൻ ടു ഓർ മോർ, അപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്? when two or more methods of costing are applied in respect of same product. ഒരു പ്രൊഡക്റ്റിൽ ഒന്നിലധികം കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക, രണ്ട് കോസ്റ്റിംഗ് മെത്തേഡൊക്കെ ഇതിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണെന്ത്? മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഓക്കെ, അതിപ്പോൾ എന്താണ്? ബൈസിക്കിൾ മാനുഫാക്ചറിങ്ങിൽ എന്താണ്? ബാച്ച് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റ് മെത്തേഡ്സും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, മൾട്ടിപ്പിൾ കോസ്റ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ വരുന്നത് റേഡിയോ മാനുഫാക്ചറിങ് വരുന്നുണ്ട്, ടെലിവിഷൻ മാനുഫാക്ചറിങ് വരുന്നുണ്ട്, റെഫ്രിജറേഷൻ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, എയറോപ്ലെയിൻസ് വരുന്നുണ്ട്, ഓട്ടോമൊബൈൽസ് വരുന്നുണ്ട്, മെഷീൻ ടൂൾസ് വരുന്നുണ്ട്, ഇലക്ട്രിക് മോട്ടോഴ്സ് വരുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിങ്ങിൻ്റെ ഉദാഹരണങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചാപ്റ്ററിൽ ഇനി ലാസ്റ്റ് വരുന്നത് ടൈപ്സ് ഓർ ടെക്നീക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ടൈപ്സ് അല്ലെങ്കിൽ ടെക്നീക്സ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇൻ അഡീഷൻ ടു മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ദർ ആർ സം ടെക്നീക്സ്. അപ്പോൾ മെത്തേഡ്സ് പോലെ തന്നെ ചില ടെക്നീക്സ് ഉണ്ട്, ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓർ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ഓൾസോ. ടൈപ്സ് ഓർ ടെക്നീക്സ് ഓഫ് കോസ്റ്റിംഗ് ആർ ദ വേസ് ഇൻ വിച്ച്, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ വിച്ച് കോസ്റ്റ് ഇൻഫർമേഷൻ ഈസ് പ്രസൻറ്റഡ് ടു ദ മാനേജ്മെൻറ്റ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. എബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അപ്പോൾ എന്താണ് എബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് ടു പ്രൊഡക്റ്റ് സർവീസസ്, ജോബ് ഓർ പ്രോസസ്സസ്. എല്ലാ കോസ്റ്റും വേരിയബിളും ഫിക്സ്ഡും എന്നാണ് പ്രൊഡക്റ്റിനും സർവീസസിനും ജോബിനും പ്രോസസ്സിനും എല്ലാ കോസ്റ്റും ചാർജ് ചെയ്യുന്നതിൻ്റെ പേരാണ് എബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അതിൻ്റെ മറ്റൊരു പേരാണ് ഫുൾ കോസ്റ്റിംഗ്. സോ ബോത്ത് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ബി അപ്ലൈഡ് ടു പ്രൊഡക്റ്റ്, സർവീസ് ആൻഡ് ജോബ് ഓർ പ്രോസസ്. ഓക്കെ, the second type of costing technique is marginal costing. Okay, it is the process of charging only variable cost to product, operations and process. അതായത് വേരിയബിൾ കോസ്റ്റ് മാത്രം പ്രൊഡക്റ്റിനും ഓപ്പറേഷനും പ്രോസസ്സിനും ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് വേരിയബിൾ കോസ്റ്റിംഗ് ഓർ മാർജിനൽ കോസ്റ്റിംഗ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്, അതായത് ഓൾ വേരിയബിൾ ആൻഡ് സം ഫിക്സ്ഡ് കോസ്റ്റ് ടു പ്രൊഡക്റ്റ്. ഡയറക്റ്റായിട്ട് അതിനോട് അപ്ലിക്കബിൾ ആവുന്ന കോസ്റ്റുകൾ ഈ പ്രൊഡക്റ്റിനും സർവീസിനും ജോബിനും ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ്. ദ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് ആൻഡ് റിട്ടൺ ഓഫ് against the profit for the period in which they arise. Okay, the next one is differential costing. എന്താണ് differential costing? It is the technique of comparing cost of different alternatives for the purpose of deciding whether alternatives is the best. അപ്പോൾ ഏത് ഓൾട്ടർനേറ്റീവ് ആണ് നല്ലതെന്നുള്ളത്, അപ്പോൾ ഓരോന്നിനും കോസ്റ്റ് നമ്മളൊന്ന് പരിഗണിച്ച് നോക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക.
അതിൻ്റെ പേരാണ് എന്ത്? ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. അഞ്ചാമത്തെ പോയിന്റ് യൂണിഫോം കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ് ആൻഡ് മെത്തേഡ്സ് ബൈ സെവറൽ അണ്ടർടേക്കിങ്സ്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഇവരെല്ലാം ഒരേ തരം കോസ്റ്റിംഗ് രീതികളാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലതാണ്, കാര്യം ഇവർ തമ്മിലൊരു കമ്പാരിസണൊക്കെ അത് സഹായിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് സ്ഥാപനങ്ങൾ ഒരേ രീതിയിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് യൂണിഫോം കോസ്റ്റിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്? ഇറ്റ് ഇസ് ദ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻകേർഡ്. ഓക്കെ, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ട് ആക്ച്വൽ കോസ്റ്റുമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കുക. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി വന്ന കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റാക്കിയിട്ട് ആക്ച്വൽ കോസ്റ്റുമായിട്ട് അത് കമ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് കണ്ടത് എന്താണ് കോസ്റ്റിംഗ്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെറിറ്റ്സ്, അതിൻ്റെ ഡീമെറിറ്റ്സ്, അതിൻ്റെ ക്രിറ്റിസിസംസ്, അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ടെക്നീക്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ചോദിക്കുന്നത് ടെക്നീക്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ഈ ഏരിയ പോയിൻറ്റ്സ് എഴുതുക. മെത്തേഡ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, അതൊക്കെ എഴുതി വെക്കുക. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിട്ട് എഴുതി വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.